നമ്മൾ ബൈബിളിൽ കാണുന്നത്. ലൂക്കായുടെ സുവിശേഷം, പ്രാർത്ഥനയുടെ സുവിശേഷം എന്ന് പറയുന്ന ആ സുവിശേഷത്തിൻ്റെ ആരംഭം തന്നെ സക്കറിയ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പം, ധൂപം ഇങ്ങനെ അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പം മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, നിന്റെ പ്രാർത്ഥന കേട്ടു. ആ ഒരു ലൂക്കായുടെ സുവിശേഷം ആദ്യാരംഭം അതിങ്ങനെ കാണാൻ പറ്റും. ശിമയോൻ പരിശുദ്ധാത്മാവിനെ പ്രേരിതരായി ദേവാലയത്തിലേക്ക് പോകുമ്പം അവിടെ കർത്താവ് കാത്തു നിൽക്കുകയാണ്. അയാൾ കിടന്നുറങ്ങാൻ പോയിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? ഉണ്ണിമിശിക വന്നു പോയേനെ. അന്നായെക്കുറിച്ച് എന്താ പറയുന്നത്? അവൾ ദൈവാലയം വിട്ടുപോകാതെ അവൾ നിരന്തര ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു. നമുക്ക് ചുമ്മാ എളുപ്പത്തിൽ കർത്താവിനെ കണ്ടുമുട്ടി പോകാമെന്ന് കരുതരുത്. അല്പം കൂടി വില ആരാധനയിൽ ഞാൻ നിങ്ങൾ കൊടുക്കാനുണ്ട്. ഈ കാലഘട്ടത്തിൻ്റെ ഒരു സ്വർഗീയ സന്ദേശം അത്. നമ്മുടെ ഭവനങ്ങളുടെ പഴയകാല ഒരു നിക്ഷേപമായിരുന്നു നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അമ്മച്ചിമാർ. അവരുപയോഗിച്ച ജപമാലയൊക്കെ അസാധാരണമായ മൂല്യമുള്ള ജപമാലകളായിരുന്നു. ആ പഴയ അങ്ങനെയൊന്നും പൊട്ടിപ്പോകാത്ത ഒരു ക്വാളിറ്റി ജപമാല ഉണ്ടായിരുന്നു. അതിങ്ങനെ ഉരുട്ടി അതിൻ്റെ ആ ജപമാല മണികളൊക്കെ അതിൻ്റെ രൂപമൊക്കെ മാറുമായിരുന്നു. എന്നാലും അവരാർക്കും അത് വിട്ടുകൊടുക്കത്തില്ലായിരുന്നു. വർഷങ്ങൾ അത് ഉപയോഗിച്ച് തേഞ്ഞാലും അതിങ്ങനെ വീണ്ടും കെട്ടി അത് ഉപയോഗിക്കുമായിരുന്നു. പ്രിയപ്പെട്ട ഷാജി തുമ്പേച്ചറേച്ചൻ്റെ അമ്മയെ ഓർക്കുമ്പോൾ എന്ന് പറയുമ്പം അല്ലെ, പൊട്ടിയിട്ടും കൂട്ടി കെട്ടിയ പഴയൊരു ജപമാല വീട്ടിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞൊരു പാട്ട് കേട്ടിട്ടില്ലേ? എൻ്റെ അമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. പൊട്ടിയിട്ടും കൂട്ടി കെട്ടിയ പഴയൊരു ജപമാല വീട്ടിലുണ്ട്. അത്രയും ദാരിദ്ര്യമായിരുന്നു വീട്ടിൽ എന്നല്ല എൻ്റെ അർത്ഥം. അച്ഛനോട് തന്നെ ഞാൻ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, എന്താ അച്ഛൻ ഇങ്ങനെയെന്നല്ലേ? അപ്പം അച്ഛൻ പറഞ്ഞു, എൻ്റെ മോനെ, അത് ദാരിദ്ര്യത്തിൻ്റെ കഥ പറഞ്ഞതല്ല, അതിനപ്പുറം ആ ജപമാലയോടുള്ളൊരു ബന്ധമാണ്. എന്താണ്? ആ ഒരു വീണ്ടും കർത്താവിൻ്റെ സാന്നിധ്യം തൻ്റെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും കടന്നു വന്ന ആ ജപമാല മണികളെ വിട്ട് കളയാതെ മുറുകെ പിടിച്ച ഒരു അമ്മയുടെ വിശ്വസ്തത. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയണം, ഈ ഒരു ബന്ധം പ്രാർത്ഥനയിൽ ശക്തമായി നിലനിന്ന കുടുംബങ്ങളിലുണ്ടായ ഒരു സംരക്ഷണം അത് നമുക്ക് വർണ്ണിക്കാൻ പറ്റുന്നതല്ല. ഇന്ന് നമുക്ക് അത്രയും ഉറപ്പുള്ള കാരണവന്മാർ, അമ്മച്ചിമാർ, അച്ഛന്മാർ, സിസ്റ്റർമാർ, അല്ലേ? ഞങ്ങളെയും കൂടെ പറയണമല്ലോ. ഞങ്ങളുടെ ആശ്രമങ്ങളിലൊക്കെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള മനോഹരമായ ശേലുള്ള ഒരു കാഴ്ചയായിരുന്നു. എന്താണെന്ന് പഴയ ആശ്രമങ്ങളിലൊക്കെ വന്നിട്ടുള്ളവർക്കറിയാം. എപ്പോഴും ഇങ്ങനെ ആശ്രമ ചാപ്പലിൽ ഇങ്ങനെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ കോണുകളിലിരിക്കുന്ന അച്ഛന്മാരുടെ മനോഹര കാഴ്ച ഉണ്ടായിരുന്നു. എപ്പോഴും ഇങ്ങനെ ജപമാലയൊക്കെ ചൊല്ലി അവിടേക്ക് ഇങ്ങനെ തൂത്തുവാരി പള്ളി പരിസരം അങ്ങനെ അതിലൂടെ മാത്രം ഇങ്ങനെ ഉപഗ്രഹം പോലെ, സൂര്യന് ചുറ്റും അലവെക്കുന്ന ഉപഗ്രഹങ്ങൾ പോലെ ഇങ്ങനെ വട്ടം ചുറ്റി ദൈവാലയ പരിസരത്ത് നടക്കുന്ന പ്രായാധിക്യമുള്ള അച്ഛന്മാരും പ്രായാധിക്യമുള്ള സമർപ്പിത സഹോദരിമാരും ഒക്കെ നമ്മളുടെ സഭയുടെ വലിയ അടിത്തറയും അല്ലെങ്കിൽ ശക്തിയുമാണ്. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിൽ ഈ ശക്തി ചോർന്നു പോകുന്നുണ്ടോ? നമ്മുടെ കരങ്ങളിൽ ഇന്ന് ജപമാലയ്ക്ക് പകരം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വീണ്ടും പറയേണ്ട ആവശ്യമില്ല. ആരെയും വിധിക്കാനും വിമർശിക്കാനല്ല കർത്താവിൻ്റെ തിരുസൻ. നമുക്ക് എൻ്റെ കൈകളിൽ നിന്ന് ജപമാല ഒന്ന് മുറുകെ പിടിക്കാൻ എനിക്കുള്ള ശക്തി ചോർന്നു പോയി എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. അതിനേക്കാൾ നമ്മൾ ലോങ് ടൈം നമുക്കറിയാതെ നമ്മുടെ കരങ്ങളിൽ, എൻ്റെ കരങ്ങളിലൊക്കെ ഇരിക്കുന്നത് ഇന്നെന്താണ്? ജപമാലയേക്കാൾ നമുക്ക് കൗതുകമുള്ള മറ്റ് കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്ന, മറ്റനേകം നല്ല വർത്തമാനങ്ങൾക്ക് സാധ്യത തരുന്ന മറ്റ് കാഴ്ച ഇടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന മോഡേൺ ഗാഡ്ജറ്റ്സുകളൊക്കെയാണ് നമ്മുടെ കരങ്ങളിലുള്ളത്. ഹല്ലേലൂയ. നമുക്ക് പഴക്കം ഉള്ള ജപമാലയുടെ ചരിത്രമൊന്നുമില്ല, പഴക്കമുള്ള വചനഗ്രന്ഥങ്ങളില്ല. നമ്മൾ ഉപയോഗിച്ച് തേഞ്ഞ ജപമാല കരങ്ങളിലില്ല, ഉപയോഗിച്ച് തേഞ്ഞ ബൈബിളില്ല, ഉപയോഗിച്ച് തേഞ്ഞ ഒരു മുട്ടില്ല. അതൊക്കെ ഇന്നിൻ്റെ ഒരു കുറവായിട്ട് നമ്മൾ കാണണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ആരാധനയിലാണ് ദൈവ ഇടപെടൽ ഉണ്ടാകുന്നത്. ആരാധിക്കുമ്പം കർത്താവ് സജീവമായിട്ട് പ്രവർത്തിക്കും. അത് വിശുദ്ധ ബൈബിളിൽ ആവർത്തിച്ച് കാണാൻ പറ്റും. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടാണ് ദൈവ ഇടപെടലിൻ്റെ വ്യത്യസ്തത നമ്മൾ കാണുന്നത്. ആബേലും കായലും ആരാധിച്ചതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അബ്രാഹത്തിൻ്റെ ആരാധനകൾ തുടർച്ചയായിട്ട് നമുക്ക് കാണാം.
ആരാധന. നോഹ ആരാധിച്ചതിനെക്കുറിച്ച്, മോശ ആരാധിച്ചതിനെക്കുറിച്ച്, ഏലിയ ആരാധിച്ചതിനെക്കുറിച്ച്, പൂർവ്വപിതാക്കന്മാർ ആരാധിച്ചതിനെക്കുറിച്ച്, ദൈവജനത്തെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കാൻ വേണ്ടി ദൈവം ആവശ്യപ്പെടുമ്പോൾ മോശ എന്ന പ്രവാചകൻ, വിക്കനായ പ്രവാചകൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വിക്കലോട് കൂടി ചോദിക്കുന്നുണ്ട്, ഇത്രയും ലക്ഷം കണക്കിനുള്ള ജനതയെ, ഒരു വലിയ രാജ്യത്തിൻ്റെ മുഴുവൻ പ്രധാനപ്പെട്ട തൊഴിലാളി ആ സമുച്ചയം അല്ലെ തൊഴിലാളി ശേഖരമാണ് അവർ. 6 ലക്ഷത്തിൽ പരം വരുന്ന പുരുഷന്മാരും എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത സ്ത്രീകളും കുഞ്ഞുങ്ങളും അടങ്ങുന്ന വലിയൊരു സമൂഹത്തെ ആ രാജ്യത്തിൽ നിന്ന് വിമോചിപ്പിക്കാൻ വേണ്ടി, ആ രാജ്യത്തിൽ നിന്ന് വേർപെടുത്തി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ദൈവം പറയുമ്പം ദൈവത്തോട് മോശ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇൻ വാട്ട് റീസൺ, ഇൻ വാട്ട് ഗ്രൗണ്ട് ഐ ആസ്ക്. എന്ത് പറഞ്ഞിട്ട് പുറപാട് മുമ്പേ ഞാൻ പോയി നിൽക്കും? എന്താണ് കാരണം പറയേണ്ടത്? ഈ ഇത്രയും പേരെ എനിക്ക് വേണമെന്ന് എന്താ പറയുന്നത്? ഞാൻ വലിയൊരു പുതിയ മുതലാളിയാണ്, എനിക്ക് കുറച്ച് പണിക്കാരെ വേണം. അങ്ങനെ അല്ലല്ലോ. എന്തിനു വേണ്ടിയാണ്? ദൈവം എന്താ പറയുന്നത്? ഇതിങ്ങനെ ദൈവത്തോട് ചോദിക്കുമ്പം ദൈവം പറയുന്ന ഒരു വാക്കുണ്ട്, എൻ്റെ ജനത്തെ എന്നെ ആരാധിക്കാൻ വിട്ടുതരിക എന്ന് നീ ഫറവോയോട് പറയുക. എന്തിനു വേണ്ടിയാണ് വിട്ടുതരേണ്ടത്? നമ്മൾ വിമോചിക്കപ്പെടുന്നത് എന്തിനു വേണ്ടിയാണെന്നപ്പം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വിമോചനം എന്തിനു വേണ്ടിയാണ് മക്കളെ? വിമോചനം ആരാധിക്കാനാണ്. നമുക്ക് ഈ വിമോചനം നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെയും നമുക്ക് അനുഭവിക്കാൻ പറ്റണമെങ്കിൽ വിമോചനം കിട്ടിയ മക്കൾ ആരാധിച്ച് പരിശീലിക്കണം. നമുക്ക് കുമ്പസാരക്കൂട്ടിൽ വലിയ വിമോചനമാണ് ഓരോ കുമ്പസാരത്തിൽ നമുക്ക് കിട്ടുന്നത്. പക്ഷെ വിമോചനം കിട്ടിയ നമ്മൾ വീണ്ടും പോയി കുരുങ്ങുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം വിമോചനം ആരാധിക്കാനാന്നുള്ള സത്യം മനസ്സിലാക്കാതെ നമ്മൾ വീണ്ടും പാപത്തിൻ്റെ ചായ്വുകളുള്ള പരിസരങ്ങളിലേക്ക് വീണ്ടും ശ്രദ്ധയില്ലാതെ വീണ്ടും പോകുമ്പം നമ്മളവിടെ വീണ്ടും കുരുക്കപ്പെടുകയാണ്. വിമോചനം കിട്ടിയതാണ്, രക്ഷ കിട്ടിയതാണ്, പക്ഷെ ആരാധിക്കാൻ നമ്മൾ മറന്നുപോയി. നമ്മൾ ഈ സമയം ഒന്ന് കരങ്ങളൊന്ന് ഉയർത്തിക്കേ. നമുക്കപ്പോൾ 2 കരങ്ങൾ ഉയർത്തി ഈ സമയം ഈശോയുടെ സന്നിധിയിലാണ് നമ്മൾ ഓർമ്മിക്കണം, നമ്മളെ ഈശോ വിമോചിപ്പിക്കുന്നത്, നമ്മളെ ഈശോ ദേവാലയത്തിൽ എത്തിക്കുന്നത്, നമ്മളെ ഈശോ പല കെണികളിൽ നിന്നും കുരുക്കുകളിൽ നിന്നും രക്ഷപ്പെടുത്തിയത്, നമ്മൾ ഇനി അടുത്ത കുരുക്കിലേക്ക് പോകാതിരിക്കേണ്ടത് ആരാധിച്ച് മാത്രമാണ്. ആരാധിക്കുന്നവരിലേക്കാണ് ദൈവസാന്നിധ്യം സജീവമായിട്ട് ഇറങ്ങുന്നത്. ഈ സമയം നമുക്ക് ഒന്നിച്ചൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 പരിശുദ്ധൻ, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ആരാധിക്കുന്ന ഒരു കൃപ കിട്ടിയാൽ നമ്മുടെ മേൽ ബാക്കി ഒത്തിരി അനുഗ്രഹങ്ങൾ വരും കേട്ടോ. സഭയിലെ വിശുദ്ധരായ അനേകം പേരെ നമ്മൾ പരിചയപ്പെടുമ്പോഴും നമുക്കറിയാൻ പറ്റും അവരെല്ലാം നല്ല അനുഗ്രഹമുള്ള ആരാധകരായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ നമുക്ക് വിശ്വാസമുള്ള മനുഷ്യർ അവരുടെ ഏറിയ സമയം ചെലവഴിച്ചത് ദൈവാലയത്തിലും ആരാധനയിലും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് അവർക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു മനുഷ്യായുസിൽ, ഒരു പുരുഷായുസിൽ, ഒരു ജീവിതത്തിൽ ഒരാൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത അത്ര ഉയരത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റി. ഓരോ പുണ്യവതിയെയും പുണ്യവാനെയും എടുക്കുന്നത് നല്ലതാണ്. അവരിത്രയും മികച്ച കാര്യങ്ങൾ തുടർച്ചയായി അവരുടെ ജീവിതത്തിലൂടെ ഒരു ആയുസ്സിൽ എങ്ങനെ ചെയ്യാൻ പറ്റി എന്നുള്ളതിൻ്റെ അടയാളങ്ങൾ നമ്മൾ വായിച്ചാൽ മനസ്സിലാവും. അവരതുപോലെ ദൈവത്തോട് ഒട്ടി നിന്ന മനുഷ്യരായിരുന്നു. നീ എന്നോട് ഒട്ടി നിൽക്കുന്നതിനെ ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്നൊക്കെ വചനം പറയുന്നത്.